ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ആയുധങ്ങൾക്ക് ഇപ്പോൾ മറ്റു രാജ്യങ്ങളിൽ ഡിമാൻഡ് വർദ്ധിക്കുകയാണ്. അതായത് ലോകരാജ്യങ്ങൾ ഇന്ത്യയുടെ ആയുധങ്ങൾക്കായി തന്നെ മത്സരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇന്ത്യയുടെ വജ്രായുധം എന്ന് വിശേഷിപ്പിക്കുന്ന AK-203 അസോൾട്ട് റൈഫിൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങൾ രംഗത്ത് വരുന്നു. അവർ ഇന്ത്യയെ സമീപിക്കുകയാണ്. ഈ ആയുധത്തിന്റെ കരുത്ത് അത്ര കണ്ട് ശക്തമാർന്നതിനാൽ തന്നെ വലിയ രീതിയിൽ ഇത് വേണമെന്ന രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അമേഠിയിലെ ഫാക്ടറിയിൽ പ്രതിമാസം നിർമ്മിക്കുന്നത് 12,000-ലധികം റൈഫിലുകളാണ്. മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് അഭിയാൻ പദ്ധതികളുടെയൊക്കെ ഭാഗമായി തന്നെ 6 ലക്ഷത്തോളം റൈഫിലുകൾ നിർമ്മിക്കുന്നതിന് 2021 നവംബറിലായിരുന്നു 5000 കോടി രൂപയുടെ കരാറിൽ ആദ്യമായി ഒപ്പിടുന്നത്. ശത്രുവിനെ 800 മീറ്റർ വരെ ദൂരത്ത് നിന്നുകൊണ്ട് കീഴ്പ്പെടുത്തുവാവുന്ന അത്തരത്തിലുള്ള റൈഫിലുകളാണ് ഇവിടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആയുധങ്ങൾ കയറ്റുമതി ചെയ്യാനുള്ള തീരുമാനം ആഫ്രിക്കൻ, മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ പ്രതിരോധ ബന്ധത്തെ അത് കൂടുതലായി തന്നെ ശക്തമാക്കുന്നു എന്നതിന്റെ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അമേഠിയിൽ സംയുക്തമായി തന്നെ ഇന്ത്യ റഷ്യ സംരംഭമായ ഇൻഡോ റഷ്യൻ റൈഫിൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഈ റൈഫിലുകൾ നിർമ്മിക്കുന്നതായി തന്നെ എടുത്തു കാണിക്കുകയും ചെയ്യുന്നുണ്ട്. റഷ്യൻ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയിൽ നിർമ്മിച്ച അത്യാധുനിക കലഷ്നോക്കോവ് AK-203 അസോൾട്ട് റൈഫിലുകൾക്ക് ഡിമാൻഡ് ഏറുകയാണ്. മാത്രമല്ല, യുക്രൈനുമായുള്ള യുദ്ധത്തെ തുടർന്നുകൊണ്ട് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ റഷ്യയെ അവിടെ ഒറ്റപ്പെടുത്തിയതോടെയാണ് ഈ AK-203 അസോൾട്ട് റൈഫിലുകൾക്കായി തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇന്ത്യയെ സമീപിച്ചത്. 2032 ഒക്ടോബറോടുകൂടി തന്നെ സായുധ സേനയ്ക്ക് ഏകദേശം 6 ലക്ഷത്തിൽ പരം റൈഫിലുകൾ വിതരണം ചെയ്യുമെന്നതാണ് ഇപ്പോൾ എടുത്തു പറയുന്നത്. അതായത് 5200 കോടി കരാറിന് കീഴിലാണ് ഈ ഒരു കരാർ അല്ലെങ്കിൽ ഇത്തരം ഒരു ചരിത്രപരമായ നീക്കം നടക്കുന്നത്. എന്നാൽ 2030 ഡിസംബറോടുകൂടി തന്നെ ഡെലിവറി പൂർത്തിയാക്കാനായിരുന്നു കമ്പനിയുടെ നീക്കം വന്നതും. അതേപോലെ തന്നെ ഈ ഒരു പരമ്പരയുടെ ആധുനിക പതിപ്പാണ് AK-203 റൈഫിലുകൾ. അതേസമയം 2026 മുതൽ തന്നെ ഫാക്ടറി പ്രതിമാസം 12,000 റൈഫിലുകൾ ഉൽപ്പാദിപ്പിക്കുകയും അത് സമയപരിധിക്ക് വളരെ മുൻപേ തന്നെ ഓർഡർ പൂർത്തിയാക്കാൻ സഹായിക്കുമെന്നും പ്രതിരോധ വക്താക്കൾ ഇപ്പോൾ എടുത്തു പറയുന്നുണ്ട്. AK-203 ഭാവിയിൽ ഏറ്റവും വിശ്വസനീയമായ ഒന്നായിരിക്കുമെന്നാണ് സൈനിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. നിലവിൽ ഫാക്ടറിയിൽ സ്ഥിരം റഷ്യൻ വിദഗ്ധർ ഉൾപ്പെടെ തന്നെ 260-ലധികം പേർ ജോലി ചെയ്യുന്നതായും കൂടാതെ തന്നെ ജീവനക്കാരുടെ എണ്ണമാകട്ടെ 537 തന്നെ ഉയർത്താൻ ലക്ഷ്യമിടുന്നതായും അതിൽ തന്നെ 90% തദ്ദേശീയമായിരിക്കുമെന്നാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.